പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആദ്യമായി ഇന്ന് രാവിലെ വളരെയധികം സന്തോഷം നൽകിയ ഒരു ചെറിയ സംഭവത്തെ നിങ്ങൾ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതെന്താണെന്ന് നിങ്ങൾ അറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനകത്ത് വലിയ കാര്യം എന്തിരിക്കുന്നു? അതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഏതായാലും ആമുഖമൊന്നുമില്ലാതെ തന്നെ ഞാൻ ഇന്ന് രാവിലെ സംഭവിച്ചതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ. അത് ഇതാണ്. ഇത് ഒരു മാങ്ങയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരുമില്ല. കേരളം വിവിധമായ പല തരത്തിലുള്ള മാങ്ങകൾ വളരുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ തൻ്റെ ഒരു മാങ്ങ ഞങ്ങളെ കാണിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാൻ ന്യായമുണ്ട്. പക്ഷേ നിങ്ങൾ അല്പം ക്ഷമയോടെ എനിക്ക് പറയാനുള്ളത് കേൾക്കുവാൻ ഉദാര മനസ്സ് കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വീട്ടിൻ്റെ മുൻപിലുള്ള ചെറിയ ഇടത്ത് ഒരു മാവ് നട്ടു. നല്ല 2 മാവ് നട്ടു. അത് വളർന്ന് അതിലാദ്യമായി ഉണ്ടായ മാങ്ങയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഈ മാവിൻ്റെ തൈകൾ നട്ട ശേഷം മിക്കവാറും എല്ലാ ദിവസവും ഞാൻ അവയോട് സംസർഗം പാലിക്കുകയും അതിൻ്റെ ഓരോ മാറ്റങ്ങളും വളർച്ചയുടെ ഓരോ നാന്ദികളും വളരെ താല്പര്യത്തോടെ സശ്രദ്ധം മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. മാങ്ങ പറിച്ചപ്പോൾ മാത്രമല്ല, ഈ മാവിൻ്റെ തൈകൾ നട്ട ശേഷം അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഓരോ ലക്ഷണത്തിലും അനക്കത്തിലും ഞാൻ വളരെയധികം സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നത് ഒരു സത്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടമായിട്ടാണ് ഈ മാവിൽ ആദ്യമായൊരു മാങ്ങ അതിൽ പഴുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പൂർവാധികമായ സന്തോഷം കൊണ്ട് നിറഞ്ഞത്. പ്രത്യേകമായിട്ട് എനിക്ക് ആരംഭത്തിൽ പറയാനുള്ളത്, ഈ മാങ്ങ ഞാൻ ഇന്നലെ വൈകിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള നിറവുമില്ലായിരുന്നു. ഈ നിറം രാത്രി കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഏത് കലാകാരനാണ്, ഏത് ആർട്ടിസ്റ്റാണ് രാത്രിയിൽ വന്ന് ഈ കൊച്ചു മാങ്ങയുടെ പുറത്ത് ഈ ചായം കലർത്തിയിട്ട് പോയത് എന്ന് എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂടുതലായി ഒന്നും പറയുന്നു. എനിക്ക് പ്രധാനമായും പറയാനുള്ളത്, ഈ മാങ്ങ കാണുമ്പോൾ 2 വ്യത്യസ്തമായ സമീപനങ്ങൾ സാധ്യമാണ്. ഒന്ന്, സാധാരണയുള്ളതുപോലെ പെട്ടെന്ന് അത് മുറിച്ച് അല്ലെങ്കിൽ കടിച്ച് ഭക്ഷിക്കാം. അതാണ് കൺസ്യൂമറിസം എന്ന് നമ്മൾ പറയുന്നത്. അത് എൻ്റെ മാങ്ങയാണ്, അത് ഭക്ഷിക്കാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അത് ഉള്ളിലാക്കാം, അത് ആസ്വദിക്കാം എന്ന ഒരു സമീപനം. എന്നാൽ രണ്ടാമതൊരു സമീപനം, അതാണ് ഞാൻ അവലംബിച്ചത്. സാധാരണ പൊതുവായി ഞാൻ അങ്ങനെയാണ് അവലംബിക്കാറുള്ളത്. അതെൻ്റെ മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ എന്താണ്? ഈ ഒരു മാങ്ങ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണർന്നു വരുന്ന ചിന്തകൾ എന്താണ്? അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാൻ ആവശ്യമായിട്ടുള്ളത്, ഒരു മാങ്ങ കാണുമ്പോൾ വാ പൊളിച്ച് പല്ലുകൊണ്ട് കടിച്ച് അതിൻ്റെ രുചി വായിലും വയറിലും ആക്കി തീർക്കാം എന്ന താല്പര്യം മാത്രമുള്ളവർ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല, ചിന്തിക്കാൻ സാധ്യമല്ല. ഞാൻ ഈ മാങ്ങ കണ്ടപ്പോൾ അതിൽ കടിച്ചിരുന്നുവെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ എനിക്കിടയാകയില്ല.
അതുകൊണ്ടാണ് പണ്ട് പുരാതന കാലം തൊട്ടേ സാമാന്യ വിവരമുള്ളവർ, പ്രത്യേകിച്ച് ആഴമായ അറിവ് പ്രാപിപ്പാൻ താല്പര്യമുള്ളവർ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഭൗതികമായ ആസ്വാദ്യത, സുഖം അല്ലെങ്കിൽ അനുഭൂതി, ഇവയിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും വിടുതൽ പ്രാപിക്കാതെ ചിന്തകളുടെ ലോകത്തിലേക്ക് നമുക്ക് വളരുവാൻ സാധ്യമല്ല. ഇത് വളരെ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്കാരം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ നാം വളരെ ഊന്നൽ കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇത് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഇടയാകുമായിരുന്നില്ല. ഇതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാം. രണ്ടാമതായിട്ട്, ഈ മാങ്ങ പഴുത്ത് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വാക്ക് അത്ഭുതം എന്നാണ്, മിറക്കിൾ എന്നാണ്. മിറക്കിൾ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ്, അത്ഭുതങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിലുള്ള അത്ഭുതം എന്താണെന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്നു. ഇതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ മാവ് നിൽക്കുന്നത് മണ്ണിലാണ്. ആ മണ്ണിൻ്റെ രുചി എന്താണ്? ആ മണ്ണിൽ നിന്ന് ഇത്ര മധുരമേറിയ, കാണാൻ പോലും കണ്ണിന് പോലും സന്തോഷം പകരുന്ന മാങ്ങ പുറപ്പെടുവിക്കുവാൻ മാവിനെങ്ങനെയാണ് കഴിയുന്നത്? അതൊരു വല്ലാത്ത കഴിവല്ലേ? അത് അത്ഭുതം നിറഞ്ഞ കഴിവല്ലേ? അത് പ്രകൃതിയുടെ എല്ലാ അംശങ്ങളിൽ നമുക്ക് കാണാം. ഒരു മാവിൽ മാത്രമല്ല. എങ്ങനെയാണ് ഒരു തേങ്ങ ഉണ്ടാക്കുന്നത്? മണ്ണിൽ നിന്നാണല്ലോ. നെല്ലെങ്ങനെയാണ് മണ്ണിൽ നിന്ന് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നത്? പ്ലാവ് എങ്ങനെയാണ് ചക്ക ഉണ്ടാക്കുന്നത്? നമ്മെ എവിടെയെങ്കിലും കൊണ്ട് ദൈവം നട്ടാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നാം പുറപ്പെടുവിക്കുന്ന ഫലം നല്ലതാകുമോ തീയതാകുമോ? നാം ചോദിക്കേണ്ട ചോദ്യമല്ലേ? പ്രകൃതിയിൽ ഇത് വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്നു എന്നത് നാം അവഗണിച്ചുകൂടാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഈ മാവിന് അത് വേരൂന്നി നിൽക്കുന്ന മണ്ണിൻ്റെ നന്മ തിരിച്ചറിയുവാനും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം രൂപാന്തരപ്പെടുത്തി അനുഗ്രഹമായി നൽകുവാനുമുള്ള അതിമനോഹരമായ കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അപ്രകാരമുള്ള കഴിവുണ്ടെങ്കിലും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ നാം കൂട്ടാക്കുന്നില്ല എന്നത് ഈ തരുണത്തിൽ ഈ മാങ്ങയിൽ കൂടെ നാം അല്പം ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ മാവ് അവിടെ തന്നെ നിൽക്കുകയാണ്. വിദേശത്ത് പോകുന്നില്ല, സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നില്ല, വലിയ വേഷഭൂഷാദികളിട്ട് നടക്കുന്നില്ല. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വേരൂന്നി നിൽക്കുന്നത് കൊണ്ടാണ് മാവിന് മാങ്ങ പുറപ്പെടുവിക്കാൻ സാധിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ നിശ്ചലമെന്ന് നമുക്ക് തോന്നുന്ന മാവിൻ്റെ ഉള്ളിൽ പല പ്രക്രിയകളും നടക്കുന്നുണ്ട്. ആ ഉള്ളിലെ പ്രക്രിയയുടെ മാഹാത്മ്യം കൊണ്ടാണ് നമുക്ക് ഈ മാധുര്യമേറിയ മാങ്ങ ലഭിക്കുക. നമ്മുടെ ഏവരുടെയും ഉള്ളിൽ എന്ത് പ്രക്രിയയാണ് നടക്കുന്നത്? ആധുനിക സംസ്കാരത്തിൽ മനുഷ്യൻ ബാഹ്യതയിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നു. അവൻ്റെ ഉള്ളെന്താണ് എന്ന് പരിഗണിക്കാൻ അവന് സാവകാശമില്ല, താല്പര്യവുമില്ല. എന്നാൽ ബാഹ്യലോകത്തേക്കാൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥയാണ് എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായ അനേക സാഹചര്യങ്ങളിൽ, ഉപമകളിൽ കൂടെയും അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് വേണ്ടതുപോലെ മനുഷ്യരുടെ ചിന്തയിൽ പതിക്കുന്നില്ല എന്നത് ഈ മാങ്ങ നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നാം മുൻപോട്ട് നോക്കുമ്പോൾ ഈ മാവ് ഞാൻ നട്ടതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ന്യായമായും ഈ മാങ്ങ എൻ്റേതാണ് എന്നൊരു ചിന്ത എനിക്ക് വരാം. പക്ഷെ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം വളരെ ശക്തമായി എന്നോട് ചോദിച്ചു, ഇത് നിൻ്റേത് മാത്രമാണോ? ദൈവരാജ്യ സങ്കല്പത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ദൈവരാജ്യം ഒരു കടുകുപണിയോട് സദൃശം. അത് വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകും. ആകാശത്തിലെ പറവകൾ വന്നതിൽ കൂടുവയ്ക്കും, അതിൽ അഭയം പ്രാപിക്കും.
അപ്പം എനിക്കുള്ള അവകാശം പോലെ ആകാശത്തിലെ പറവകൾക്കും ഇതിൽ അവകാശം ഉണ്ടായിരിക്കണം എന്ന ഒരു തിരിച്ചറിവ് ഈ മാങ്ങയോടുള്ള എൻ്റെ ബന്ധത്തെ പുനർനിർവചിക്കുവാനിടയായി എന്ന് മാത്രം ഞാൻ ഇതിനെപ്പറ്റി പറയുകയാണ്. വളരെ അധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല. ഈ മാങ്ങ തിന്നാൻ എനിക്ക് അവകാശമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ആ മാവ് പുറപ്പെടുവിക്കുന്നതെല്ലാം എൻ്റെ അവകാശത്തിൽപ്പെട്ടതല്ല. ആകാശത്തിലെ പറവുകൾക്കും അതിലൊരു പങ്ക് അവകാശപ്പെട്ടതാണ് എന്ന തിരിച്ചറിവാണ് ഏതാണ്ട് സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, പ്രാപിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് എന്നതാണ് ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ വന്ന മൂന്നാമത്തെ ചിന്ത. പിന്നെ നാലാമത് എനിക്ക് പറയാനുള്ളത്, ഈ മാങ്ങയോട് എനിക്ക് ഇത്രമാത്രം കൗതുകം വരാൻ, താല്പര്യം വരാൻ, ഈ മാങ്ങ കയ്യിൽ വയ്ക്കുമ്പോൾ, കാണുമ്പോൾ, അത് പറിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം നിറയുവാൻ കാര്യമല്ല. ഇപ്പോൾ മാങ്ങ എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള വസ്തുവാണ്. ഒരു പിച്ചാത്തി ഉണ്ടെങ്കിൽ അത് പൂളി കഴിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പ്രത്യേകതയുമില്ല. ചിന്തിക്കാനും ഇതിനകത്തൊരു വകയില്ല. അതേസമയം തന്നെ ഈ പ്രകൃതിയുടെ ഓരോ അംശത്തിലും ഏതോ അർത്ഥങ്ങൾ, മീനിങ്സ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആത്യന്തികമായ ഒരു വിശ്വാസ പ്രമാണമാണ്. ദൈവം സൃഷ്ടിച്ചത് മുഴുവനും അർത്ഥവത്താണ്. എവറിത്തിങ് ഈസ് മീനിങ് ഫുൾ. ആ അർത്ഥം എന്താണ് 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 എന്നാണ് അനുദിനം എൻ്റെ അന്വേഷണം. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അത് ഇപ്രകാരമുള്ള അനുഭവങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചാണ് യേശു അപ്രകാരം പ്രസ്താവിച്ചത് എന്നാണ് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. എന്ത് കണ്ടാലും അതിനെ അന്വേഷണ ബുദ്ധിയോടെ, കൗതുകത്തോടെ, ജിജ്ഞാസയിൽ, ക്യൂറിയോസിറ്റി, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതെന്നോട് പറയുന്നത് എന്താണ്, ഇതിൽ കൂടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിന്നാൻ മാത്രമാണ് എനിക്ക് താല്പര്യമെങ്കിൽ പിന്നെ അന്വേഷണത്തിന് അവിടെ മാർജിൻ ഉണ്ടാകുകയില്ല എന്ന് പ്രത്യേകമായി എടുത്ത് പറയേണ്ടല്ലോ. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം അർത്ഥവത്താണ് എന്ന ഒരു അടിസ്ഥാന പ്രമാണത്തിൽ നാം വിശ്വസിക്കുമെങ്കിൽ, ഞാനത് വിശ്വസിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തെ സാക്ഷീകരിക്കും. The heavens declare the glory of God, the firmament his handiwork. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതിൻ്റെ പ്രകൃതിയുടെ ഓരോ അംശത്തിലും അർത്ഥങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞ് കണ്ണുമടച്ച പ്രകൃതിയിൽ കൂടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കും. ഉദാഹരണമായിട്ട്, ഞാൻ ചെറുപ്പകാലത്ത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ പോയി, അവിടുത്തെ കടൽപ്പാലത്തിൽ പോയി സന്ധ്യാസമയത്തിരുന്ന് അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ട് എന്നെ തന്നെ മറന്നിരുന്നിട്ടുണ്ട്. എന്നാൽ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുവാനത്ത് എന്താണ് കാര്യം, ഇരിക്കുന്നതിനൊക്കെ വട്ടാണോ എന്ന് ചോദിക്കാനും സാധിക്കും. പക്ഷെ അങ്ങനെ ആയാൽ അത് മറ്റൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അതിലും ഏതോ അതെനിക്ക് എന്താണെന്ന് ആ കാലത്ത് അറിയാൻ വയ്യ, ഇന്നും വലിയ പിടിയൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഏറ്റവും സന്തോഷജനകമായ ഒരു വിശ്വാസ പ്രമാണം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അങ്ങനെ എല്ലാറ്റിൻ്റെയും അർത്ഥം അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവസ്ഥയിൽ വിരസത, ആലസ്യം, ബോർഡം ഉണ്ടാകാൻ സാധ്യമല്ല. ഈ കാലത്ത് ആഗോളതലത്തിൽ മനുഷ്യജാതി അനുഭവിക്കുന്ന രണ്ട് വലിയ രോഗങ്ങളാണ് ഈ വിഷാദ രോഗം, മെലങ്കളി എന്ന് പറയും, ഡിപ്രഷൻ, പിന്നെ ബോർഡം. ബോറടിച്ച് ചത്തുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എന്ത് കണ്ടാലും അതിൽ അർത്ഥങ്ങളുണ്ട്.
അത് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോൾ അതാണ്ട് പ്രഭാതം ഉടലെടുക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഒരു മാങ്ങ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉണർന്നെഴുന്നേറ്റത് എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ സുവിശേഷങ്ങളൊന്ന് ഓർത്തു പോവുകയാണ്. അതിലാകമാനം ഞാൻ കാണുന്നത് പ്രകൃതിയുടെ ഓരോ അംശത്തോടും വളരെ ശ്രദ്ധയിൽ, താല്പര്യത്തിൽ, ബഹുമാനത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു യേശുക്രിസ്തുവിനെയാണ്. പ്രകൃതിയുടെ ഓരോ അംശത്തോടും കർത്താവ് യേശുക്രിസ്തു ബന്ധം പുലർത്തിയിരുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ എല്ലാം അർത്ഥങ്ങളെപ്പറ്റി കർത്താവിന് പ്രത്യേകമായ കരുതലും ബഹുമാനവും ഉണ്ടായിരുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, അവിടെ വിതയ്ക്കപ്പെടുന്ന ഗോതമ്പ് മണിയില്ലേ, അതിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ കയ്യിൽ വെച്ച് പെരുമാറുന്ന മസ്റ്റർഡ് സീഡ്, കടുക് മണിയില്ലേ, അതിനെ തുച്ഛീകരിക്കരുത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ജീവന്റെ ജലമാണ്. മനുഷ്യജീവിതം ജീവന് എന്താ പറയുന്നത്, ജീവനെ ഉത്തേജിപ്പിക്കുന്ന നദിയായിരിക്കണം. ഗലീല കടൽ ഒരു പാഠശാലയാക്കിയ മറ്റേ കർത്താവ് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരെ ഗലീല കടലിന് അപ്പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതിൽ കൂടെയാണ് അവരുടെ വിശ്വാസം എത്ര പരിമിതമാണെന്നും വിശ്വാസത്തിൻ്റെ സാധ്യതകൾ എന്താണെന്നും യേശുവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ കടലിനെ ക്ലാസ് റൂമാക്കാൻ കൂട്ടാക്കിയ കർത്താവ് ഇങ്ങനെ നോക്കുമ്പോൾ എത്രയോ അത്ഭുതകരമാണ്. അതുകൊണ്ട് യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അതെന്തൊരു ദേവാലയമാണ്, തോട്ടം എന്തൊരു ദേവാലയമാണ് എന്ന് ഞാൻ ആലോചിച്ച് മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്. ആകാശവിധാനങ്ങളെ നിങ്ങൾ നോക്കുകയും ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന കരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും, ഇതൊക്കെയും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് വെറും അല്പത്തരത്തിൻ്റെ ചില ജൽപ്പനങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അന്ധരായ ആളുകളെ പോലെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തഭാവമായ ഈ പ്രകൃതിയെ സൃഷ്ടിച്ചു. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മേന്മ, അതിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചു. നിങ്ങൾ ഈ തോട്ടത്തിൽ അധ്വാനിക്കുകയും അതിനെ കാക്കണമെന്ന് പറയുകയും ചെയ്തു. ഒരു ബന്ധമാണ്, അധ്വാനം ഒരു ബന്ധമാണ്, കരുതൽ ഒരു ബന്ധമാണ്. ഈ ബന്ധങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് പ്രകൃതിയും നാമുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം പല്ലിൻ്റെ ബന്ധം മാത്രമാണ്, വയറിൻ്റെ ബന്ധം മാത്രമാണ് എന്നതാണ് മനുഷ്യരാശിക്ക് സംഭവിച്ച അധഃപതനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് തിരിച്ചറിയുവാൻ, കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ ഈ മാങ്ങ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നതിൽ പന്തികേടില്ല എന്ന് എൻ്റെ മനസ്സ് എനിക്ക് ആശ്വാസം നൽകിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ പ്രകൃതിയോടുള്ള നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ കൂട്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.